ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഡെയിലി ഞാൻ കാണുന്ന കാര്യങ്ങൾ ഒരു ചിത്രം പോലെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചാൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ക്ലാസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും വലിയ ലഹരിയായിട്ട് കണക്കാക്കിയിരുന്ന, ഇപ്പോൾ കുറച്ചൊരു ഗമയോടുകൂടി നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന മദ്യം എന്നുള്ള ഒരു ലഹരിയായിരുന്നു പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ മദ്യപിക്കുന്നയാൾ ലഹരിക്ക് അടിമപ്പെട്ടയാളാണ് എന്നൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആൾ കുറച്ചുകൂടെ ഒരു മാന്യനായ നിലയിലേക്ക് മാറുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ചെറുപ്പക്കാരായിരിക്കുന്ന ചെറിയ കുട്ടികളായിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ മുത്തച്ഛന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പ്രായമുള്ള ആളുകളോ മാക്സിമമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ബീഡി ആയിരിക്കും. മിക്കവാറും ബീഡി കത്തിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്, അന്ന് തീപ്പെട്ടിയൊന്നും വളരെ കുറവായിരുന്നില്ല, ലൈറ്ററൊന്നും വളരെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ഇത് ഒന്ന് കത്തിച്ചോട്ട് വരാൻ പറഞ്ഞ് മുത്തച്ഛനോ ആരെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു വിടുമായിരുന്നു. അത് തിരിച്ച് വരുന്ന വരവിന് 2 വലി വലിച്ചിട്ടായിരിക്കും മിക്കവാറും മുത്തച്ഛൻ്റെ അടുത്ത് എത്തുക. അത് റോള് മാറി സിഗരറ്റ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാറി. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗെറ്റപ്പ് പോയി. അടുത്ത ലെവല് നമ്മൾ കാണുന്നത് ഹാൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ കഞ്ചാവ് എന്നുള്ള കാര്യങ്ങൾ. ഞാൻ ഏകദേശം 1998 എൻ്റെ PG ഒക്കെ കഴിഞ്ഞ് ഞാൻ വർക്ക് തുടങ്ങുന്ന ഒരു സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു വനിത എന്ന് പറയാൻ പറ്റില്ല, ഗേൾസ് സ്കൂളിൽ എൻ്റെ ആൻറ്റി അവിടെ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയം +2 ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ആൻറ്റി പറഞ്ഞു, ഒരു പെൺകുട്ടി, ആൻറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ ഒരു പെൺകുട്ടി ഷൂസിൻ്റെ സോക്സ് മാറ്റി ഷൂസിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു മുറിവുണ്ടാക്കി, ആ മുറിവിൽ ഹാൻസ് എന്നുള്ള അതിൻ്റെ പൊടി വെച്ച് അതിൻ്റെ ലഹരി നുണഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിവരമായിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ പലപ്പോഴും ആളുകൾ അത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ ചിലപ്പോൾ അത് നമ്മളെ ഡോക്ടർക്ക് അതിനെപ്പറ്റി മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഇതിനെ ഈ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ഓരോ തരത്തിലുള്ള ലഹരിയാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലഹരി നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേഡിനനുസരിച്ചിട്ട് പല തരത്തിലുള്ള സാധനങ്ങളായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാന വില്ലനായിട്ട് കാണുന്നത് രാസലഹരിയാണ്. ഈ രാസലഹരിയുടെ വിപത്ത് 2024 ഡിസംബർ 5-ാം തീയതി പിടിച്ച് ഞങ്ങൾ ആ സമയത്ത് ഞാനില്ല, ഞങ്ങൾ ജയിലിലടച്ച ഒരാൾ 6 മാസമായി ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പരമാവധി 3 മാസം കഴിയുമ്പോഴത്തേക്കും അവന് ജാമ്യം കിട്ടാറുണ്ട്. ഇത് 50 ഗ്രാമിലധികം കൂടുതൽ MDMA കയ്യിൽ വെച്ച അല്ലെ സൂക്ഷിച്ച കാര്യത്തിന് 6 മാസമായിട്ട് അയാൾ ജയിലിലാണ്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൻ്റെ തൊട്ട് ദിവസം, തലേ ദിവസം 19-ാം തീയതി വൈകുന്നേരം ഞങ്ങളുടെ ഒരു DYSPയുടെ ഒരു സെൻഡ് ഓഫ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സെൻഡ് ഓഫ് പ്രോഗ്രാമിന് ഞങ്ങൾ മണ്ണാർക്കാട് പോയപ്പോൾ മണ്ണാർക്കാടത്തുള്ള ഞങ്ങളുടെ പോലീസിൻ്റെ ഡാൻസ് ഓഫ് ടീം എനിക്കൊരു ഇൻഫർമേഷൻ തരുന്നു, സാർ ഞങ്ങൾ ഇവിടെ മണ്ണാർക്കാടിലുള്ള 2 പേരെ പിടിച്ചപ്പോൾ അതിലെ മെയിനായിട്ടുള്ള കച്ചവടക്കാർ ചെർപ്പളശ്ശേരിക്കാരാണെന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പിറ്റേ ദിവസം ഈസ്റ്ററാണ്. ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡിയായി. ഞാൻ പാലക്കാട് ആണ് ഞാൻ താമസം. വീട്ടിലേക്ക് എത്തി. പോകുന്ന വഴി ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്കും കൊണ്ട് എനിക്കൊരു ഫോൺ വരുന്നു, സാർ ഒരു വീട് അർജൻറ്റായിട്ട് റെയ്ഡ് ചെയ്യണം. അങ്ങനെ രാത്രി തന്നെ റെയ്ഡ് കാര്യങ്ങളും ഒക്കെ നടത്തി ഞങ്ങൾ 2 പേരെ രാസലഹരിയുമായി പിടിച്ചു. അവർ 2 പേരെയും അന്ന് തന്നെ ഞങ്ങൾ റിമാൻഡ് ചെയ്തു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ആ കിട്ടിയ വിവരത്തിനനുസരിച്ച് ഞങ്ങൾ വേറൊരു വീട് റെയ്ഡ് ചെയ്തൊരു സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് 75-ഓളം ഗ്രാം MDMAയുമായിട്ടാണ് ആ 2 പേരെ, ഒരാളെ പിടിക്കുന്നത്. അവരും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഇനി അതിനുശേഷം വേറെ ഒരു 2 പേരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവരും 50 ഗ്രാമിലധികം കൂടിയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഇറങ്ങണമെങ്കിൽ കുറച്ച് കാലം കഴിയും.
ഞാൻ ഈ കുറച്ചു കാലം കഴിയണമെന്ന് ഉദ്ദേശിച്ചത് മിക്കവാറും ഒരു 6 മാസം സമയമാണ് ഇത് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പോലീസ് അതിന് കറക്റ്റായിട്ട് ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്താൽ അവരിറങ്ങണമെന്നുണ്ടെങ്കിൽ ശിക്ഷ വിധിച്ച് ശിക്ഷ അനുഭവിച്ച ശേഷമേ ഇറങ്ങൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സാധനം ഗവൺമെൻറ് എത്ര കാര്യക്ഷമമായിട്ടാണ് ഇത് ബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എത്രയോ പേരാണ് ഇതിനടിമകളായിപ്പോയി. ഇത് സ്ഥിരമായി ഉപയോഗിച്ച് അടിമകളായി അവരുടെ സ്വഭാവം പോയി, അവരുടെ കുടുംബം പോയി, അവരുടെ ജീവിതം തന്നെ പോയി നശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ആരും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ കാഴ്ചയിൽ ഇവിടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പല പല ആളുകളും 1, 2, 3 എന്നുള്ള നിലയിൽ അകത്തോട്ട് പോകാൻ വകുപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലൊന്നും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക, നമ്മളുടെ ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ള കാര്യങ്ങൾ. ഇത് ചെർപ്പളശ്ശേരിയിലെ വിവരം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ചെർപ്പളശ്ശേരി മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനുള്ളത്. ഏകദേശം 480ഓളം പോലീസ് സ്റ്റേഷനുണ്ട്. ഈ 480 പോലീസ് സ്റ്റേഷനിലും ഏകദേശം ഇതേ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ എത്ര വ്യാപകമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നത്. ഇതിൽ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കുടുംബത്തിൽ നിന്നും ഈ ലഹരി എന്നുള്ള മഹാവിപത്തിനെ ആട്ടി എങ്ങനെ പുറത്താക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഇവർക്കാണ്, അമ്മമാർക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ ഒരു കുടുംബ പ്രശ്നമായിട്ട് വന്ന സമയത്ത് ഒരു ഭാര്യ ആ ഭർത്താവിൻ്റെ അമ്മ എത്ര കണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതെൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അതിൽ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ദിവസം ഈ മനുഷ്യൻ ലേറ്റായിട്ട് വന്നപ്പോൾ അമ്മ വാതിലടച്ച് അവനെ പുറത്ത് കിടത്തിയിരുന്നെങ്കിൽ അവൻ 2ാം തവണ അത് വരുമ്പോൾ ഒന്ന് ആലോചിക്കുമായിരുന്നു, വീട്ടിൽ കയറണോ കയറണ്ടയോ. 4 കാലിൽ വരുന്ന മകനെ 2 കൈയോടും കൂടിയിട്ട് സ്വീകരിക്കുന്ന അമ്മമാര് ഒരു കാര്യം മനസ്സിലാക്കുക. അമ്മമാർക്ക് മാത്രമല്ല, ഞാനൊരു ഉദാഹരണമായിട്ട് ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആര് സ്വീകരിച്ചാലും ആ കുടുംബത്തിലേക്ക് ഒരു മഹാവിപത്തിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അയാൾക്ക് എന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ട് വരുന്ന വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചികിത്സ കൊടുക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന്റെ സഹായം തേടേണ്ടി വരും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈ തരത്തിൽ ചികിത്സയൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നശിക്കുന്നു. ആ വ്യക്തി നശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ വ്യക്തിയുടെ കുടുംബം നശിക്കുന്നു. അങ്ങനെ പല കുടുംബങ്ങൾ നശിച്ചാൽ ആ ഒരു പ്രദേശം നശിക്കുന്നു. പല പ്രദേശം നശിച്ചാൽ അവർ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഏരിയ നശിച്ചു. നമ്മുടെ സംസ്ഥാനം നശിക്കുന്നു. നമ്മുടെ ഹുസൈൻ സാഹിബ് നേരത്തെ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറ് പറഞ്ഞൊരു കാര്യം, അത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ എല്ലാ തരത്തിലുള്ള ഒരു വിഘാതമായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യം ഈ ലഹരി എന്നുള്ള ഒരു സാധനമാണ്. ഇതിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, നമ്മുടെ ഡോക്ടർ സാറ് പറഞ്ഞതുപോലെ തന്നെ അവബോധം കൊടുക്കാൻ വേണ്ടി. അവബോധം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നത്തിൽ പെട്ട ആളുകൾക്ക് അവബോധം കൊടുക്കാം. 2ാമത് കൈ പൊള്ളിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന്. അത് ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു അവബോധം നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇതിൽ പെട്ട ആളുകൾക്ക് ചികിത്സ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു തരത്തിൽ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് പലപ്പോഴും പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ ഈ സ്കൂളിന് 200 മീറ്റർ പരിധിയിൽ അല്ലെങ്കിൽ അതിന് ഇത്ര മീറ്റർ ദൂരത്തിൽ ഒരു കാരണവശാലും സിഗരറ്റോ പാൻപരാഗോ അങ്ങനത്തെ സാധനങ്ങളും വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ ചെക്ക് ചെയ്തുമ്പോഴും റെയ്ഡ് ചെയ്യുമ്പോഴും എല്ലാം ഈ പറയുന്ന സ്ഥലത്തായിരിക്കും ഈ സാധനങ്ങൾ വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
പോലീസിനോ എക്സൈസിനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ ഒരു സംഭവമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഷമീൽ ഭായ്, ഞാൻ ഒരു അതായത് ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാനത് ഓർക്കുകയാണ്. പോലീസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സാക്ഷികളാവാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ സഹായവും സഹകരണവും പലപ്പോഴും കിട്ടാറില്ല. അങ്ങനെ നിന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഒരു സാക്ഷിയായി നിൽക്കാൻ പറയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നു. അതിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ പറയുകയാണ്. കാരണം അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഹെൽപ്പിൻ്റെ ഒരു ഇതിൽ ഞാനത് പറഞ്ഞതാണ്. പൊതുജനങ്ങൾക്ക് പലപ്പോഴും പോലീസോ എക്സൈസോ ഇങ്ങനെയുള്ള കേസുകൾ പിടിക്കുന്ന ഒരു സമയത്ത് സാക്ഷിയാകാൻ പറഞ്ഞാൽ വളരെയധികം വിമുഖതയാണ് കാണിക്കുന്നത്. ഈ വിമുഖത തന്നെയാണ് നമ്മുടെ നാട്ടില് ലഹരി പടരാനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സാഹചര്യം ഒതുക്കി വരുന്നത് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് ഈ ലഹരി എന്നുള്ള മഹാവിപത്ത് നമ്മുടെ ഇവിടെ വ്യാപിക്കുന്നത് തടയുന്നതിനായി പോലീസിന്റെയും എക്സൈസിന്റെയും കൂടത്തിൽ അതേപോലെ തന്നെ വിവരങ്ങൾ തന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ ആണ് പെണ്ണ് വ്യത്യാസമൊന്നും കാണുന്നില്ല. പലപ്പോഴും ഈ അടുത്ത് ഒരു 5-6 ആഴ്ച മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് മദ്യപിച്ചിട്ട് ഒരു പെൺകുട്ടി കാണിച്ച ആഭാസ തരങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്, വാട്സപ്പിൽ കണ്ടതാണ്. ചിലത് ഫേക്കായിട്ട് വരുന്നുണ്ട് എങ്കിലും അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായ ഒരു വീഡിയോ ഞാൻ പോലീസ് എന്നുള്ള നിലയിൽ ഞാൻ അവിടുന്ന് കണ്ടിരുന്നു. കണ്ടിരുന്ന സമയത്ത് എനിക്ക് സങ്കടം തോന്നി. എന്തൊരവസ്ഥയാണ്. ആ കുട്ടീനെ പിറ്റേ ദിവസം അതൊന്ന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ, നോർമൽ ബുദ്ധിയിൽ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതൊരിക്കലും ആ രീതിയിൽ ഇനി ചെയ്യാൻ സാധ്യതയില്ലാത്തതാണ്. ഇവിടെ സ്റ്റേഷനിൽ പലപ്പോഴും ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പല ആളുകളും വരുന്നുണ്ട്. അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ ചിലപ്പോൾ എടുത്തു വെക്കാറുണ്ട്. അവരുടെ കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് കാണിച്ചു കൊടുക്കും, നിന്റെ ഇന്നലത്തെ അഭിനയമാണ്, നല്ല പ്രമുഖരായ അഭിനേതാക്കൾ തോറ്റുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. മിക്കവാറും എല്ലാവരും ഒരേ തരത്തിലുള്ള ശൈലിയിലായിരിക്കും തലയൊക്കെ താഴ്ത്തി ഇങ്ങനെ നിന്ന് ഇത് കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ഒരു തരത്തിലും പുറത്തു വരാത്ത രീതിയിൽ അത്രയും വേറിട്ട രീതിയിലായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വേറെ ഒരു രീതിയിലേക്ക് തിരിച്ചു വിട്ടുക. ഉദാഹരണത്തിന് കളികളിലേക്ക് ഞാൻ ഒരു രസം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ രാവിലെ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഓരോ റോഡിലൂടെയൊക്കെ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ പോകുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരൊറ്റ കുട്ടികളെ ഞാൻ റോഡിൽ അങ്ങനെ കാണാറില്ല. ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോകുന്നുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ രാവിലെ കുട്ടികൾ എണീക്കാത്തതിൻ്റെ കാര്യം രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന്, തലേ ദിവസം ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നത്, പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് പോകേണ്ട കാര്യം. എനിക്ക് തോന്നുന്നില്ല ഈ വെക്കേഷൻ ടൈമിൽ രണ്ടും ഉണ്ടാവാമെന്ന് തോന്നുന്നില്ല. ആദ്യത്തേതുണ്ടാവും, കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിച്ച് ഒക്കെ കടന്നു ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നോക്കൂ നിങ്ങൾ വീട്ടിൽ. എൻ്റെ ഒരു അനുഭവമാണ്. അമ്മമാരൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് അമ്മമാരെ നേരത്തെ എണീക്കണ്ടല്ലോ എന്ന് അവർ തന്നെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്, അതറിയാം. എങ്കിലും കുട്ടികളെ ആ ഒരു നല്ല ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ പറയുന്നതിനപ്പുറം വേറെ ഒരു വാക്കും ഉണ്ടാവില്ല. ഞാനെപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മമാരുടെ ഒരു കപ്പാസിറ്റിയുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 15ഓളം വർഷം മുമ്പ് ഞാൻ വടകര എന്നുള്ള സ്ഥലത്ത് SI ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് ലീവ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ലീവ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കൈകൊണ്ടൊക്കെ കൊടുത്ത് ഞാനും അനുജനും കൂടെ അങ്ങാടിയിലൊന്ന് പോയി തിരിച്ചു വരുന്ന വരവിന് അമ്മ എന്നെ വിളിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. സമയം ഒരു 8-8:30 കാണും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അമ്മ എന്നോട് ചോദിച്ചു, നീ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എവിടെയായിരുന്നു എന്ന് എന്നോട് വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലേശം ക്യാമറയെന്ന് പറഞ്ഞു, അമ്മ ഞാനൊന്നുമില്ലല്ലോ, ഞാനൊരു SI അല്ലേ. അപ്പോൾ അമ്മ എന്നോട് വളരെ ഒരു കൃത്യമായി കുറിക്കൊള്ളുന്നൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ SI അല്ല, ആരായാലും നീ എൻ്റെ മകനായിട്ടാണ് നീ SI ആയത്. ശരിയാണോ? വളരെ കറക്റ്റായ ഒരു ഉത്തരവാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മക്കൾ എവിടെ ലേറ്റായിട്ട് വരുന്നോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം വേറെ ഒരു മനുഷ്യനും അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മമാര്
കുട്ടികള് എങ്ങനെ വളരുന്നു, എങ്ങനെ മുമ്പോട്ട് പോകുന്നു നിങ്ങൾ കൃത്യമായി ആലോചിക്കണം, നോക്കണം. നിങ്ങളുടെ ചൊൽപ്പടിയിൽ അവരെ നിൽക്കണം, അവരെത്ര വലുതായാലും. ഇന്നിപ്പോ ഞാൻ ഈ പറയുന്ന ഞാന് ലേറ്റായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് ഇപ്പൊ നീ എവിടെയാണെന്ന് ചോദിച്ചാല് ഇനി ഞാനത് ജന്മത്തിൽ പറയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയില്ല, ഉറപ്പാണ്. എന്നെ പോലെ തന്നെയാണ് നിങ്ങളുടെ മക്കൾ, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ ഒരു കൂട്ടുത്തരവാദിത്വമായി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിൽ നിന്ന് നയിക്കേണ്ട അമ്മമാരാണ്. ഇവരുടെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പല കുട്ടികളും എനിക്ക് പറയാനുള്ള കുറെ അധികം ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്. കാരണം 6:40 അവസാനിപ്പിക്കണമെന്നുള്ള നമ്മുടെ മൊത്തം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും പല കുട്ടികൾക്കും സുഹൃത്തുക്കൾ പോലും ഉണ്ടാവാറില്ല. ഈ സുഹൃത്തുക്കൾ ഉണ്ടാവാത്ത കുട്ടികളെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരാണ് പലപ്പോഴും ഇൻട്രോവേർട്ടുകളൊക്കെ ആയിട്ടും പലപ്പോഴും ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. ലേറ്റായിട്ട് വരുന്ന കുട്ടികളെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ നല്ല കുട്ടികളാണ്, എൻ്റെ കുട്ടി നല്ല മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എന്നൊക്കെ നമുക്ക് സമൂഹത്തിന് മുമ്പിലേ പറയാവുള്ളൂ. പക്ഷെ അവർ കാണിക്കുന്ന പേക്കൂത്തുകളും പല പ്രശ്നങ്ങളും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു വേദന ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു വേദന തന്നെയായിരിക്കും. അത് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ മുകളിലായിരിക്കും, അല്ലെങ്കിൽ സമയം അതിക്രമിച്ച് പോയിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ ലഹരി എന്നുള്ളത് വല്ലാത്തൊരു വിപത്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മരണ വീട്ടില് ഒരു ബോഡി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മദ്യം കൊടുക്കാതെ ബോഡി എടുക്കാത്ത പല സ്ഥലങ്ങളുമുണ്ട്. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ കുറെ മദ്യം പിടിച്ചിരുന്നു. ആ മദ്യം പിടിച്ച സമയത്ത് ആ മദ്യം കൊണ്ടുപോയ ആൾ എന്നോട് പറയാണ്, സാറേ ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഈ ബോഡി എടുക്കാനും കുളിപ്പിക്കാനും കുഴി വെട്ടാനും ഇതിന് എല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൊണ്ടുപോയ ഈ സാധനമാണ് അബദ്ധവശാൽ ഞാൻ പിടിച്ചത്. ഞാൻ അവനെ തൽക്കാലം റിമാൻഡ് ചെയ്തില്ല, വേറൊരു രീതിയിൽ അത് കൈകാര്യം ചെയ്ത് വിട്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഇത് അത്ര രൂഢമൂലമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് പഠിച്ചിട്ടുണ്ട്. എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതോടനുബന്ധിച്ചിട്ട് സാറ് പറഞ്ഞതുപോലെ, ഡോക്ടർ സാറ് പറഞ്ഞതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പണ്ടൊരു മിലിറ്ററിക്കാരനെ പിടിച്ച സമയത്ത് അയാളുടെ വായുടെ ഭാഗത്ത് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്ന് ഞാൻ നല്ല ഇങ്ങനെ ഉയർത്തി നോക്കിയ സമയത്ത് ഈ ഭാഗം അഴുകിയിരിക്കുകയാണ്. കാരണം അന്ന് ഏകദേശം 10-12 വർഷം മുമ്പാണ്. അന്നത് പിടിച്ചത് ഹാൻഡ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടിരുന്നത്. ഇവിടെ ഭാഗം അഴുകിയിരിക്കുകയാണ്. മിലിറ്ററിക്കാരനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ശാരീരികമായിട്ട് അത്യാവശ്യം ഫിറ്റ്നസ് ഉള്ള ആളായിരിക്കും. പക്ഷേ അയാൾക്ക് വരാൻ പോകുന്ന അവസ്ഥകൾ എന്താണെന്ന് സാറ് പറഞ്ഞ പോലത്തെ വായിലെ ക്യാൻസർ ആയിരിക്കും ഏറ്റവും ആദ്യം വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ലഹരി എന്നുള്ള മാരക വിപത്തിനെ കൺട്രോൾ ചെയ്യുവാനായി നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കിട്ടുന്ന സാഹചര്യങ്ങൾ മാക്സിമം മുതലാക്കി നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന ആർദ്രം പാലിയേറ്റീവ് ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയും ഈ ആർദ്രം പാലിയേറ്റീവ് കെയർ ഇനിയും വളരട്ടെ എന്നും അഭിനന്ദിയിലെത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഈ പ്രഭാഷണം ശ്രമിച്ചെന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.